അടിപൊളി. ഓക്കെ, വിൻഡോ സീറ്റ് കണ്ടിട്ടുണ്ട്. ഛർദ്ദിച്ച് കളയില്ലേ, പോളായിപ്പോ. പോളിയില്ല, അടിപൊളി, സൂപ്പർ കേട്ടാ. എന്തൊക്കെ നമ്മൾ കാറിൽ പറ്റൊക്കെ പോയാലും ട്രെയിനിൽ പോകണം സുഖമെന്ന് പറഞ്ഞത്. പച്ചക്കൊടി കാണിച്ചു, ഇതേപോലത്തെ പച്ചക്കൊടി നമ്മുടെ ജീവിതത്തിൽ വേണം അല്ലേ. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കാമോ പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ടിരിക്കാം. ഇത് ബൈക്ക് റൈഡ് അല്ല, കാർ റൈഡ് അല്ല, പിന്നെ എന്ത് റൈഡാണ്? എന്ത് റൈഡ് ആണ്? ട്രെയിൻ റൈഡ്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം കന്യാകുമാരിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 6:10 ആയിട്ടുണ്ട് രാവിലെ. ഉറങ്ങിയപ്പോൾ തന്നെ 1:30 മണിയായി. ആപ്പടെ ഉറങ്ങിയത് 3.5 മണിക്കൂറാണ്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 25/5/2024 അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം കന്യാകുമാരിയാണ്. നമ്മളെ കൂട്ടുകാരുടെ വീട്ടാണ് പോകുന്നത്. അതായത് എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരാണ്, പേര് സതീഷാണ്. അതായത് തമിഴ്നാട്ടിൽ ഒരു 3 വർഷം പഠിക്കേണ്ടി വന്നു. അപ്പൊ അപ്പയ്ക്ക് ജോലി കിട്ടി അവിടെ പോയ സമയത്ത് 6th, 7th, 8th 3 വർഷം അവിടെ ഞാൻ പഠിച്ചത്. അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകാർ ഒരാളാണ് സതീഷ്. അപ്പൊ ആ കൂട്ടുകാരാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ മാത്രമല്ല പോകുന്നത്, എന്റെ കൂടെ വൈശു ഉണ്ട്, ഹൈ പറ, വാണി ഉണ്ട്, പറ ഹൈ പറ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഈ വീഡിയോ ഒരു വൈകിട്ടാ, ഗുഡ് ഈവനിങ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പേരും ഇല്ല പോകുന്നത്. ഇനി ആളുണ്ട്, അതെന്റെ ചേട്ടനാണ്. സുമേഷും ഫാമിലി വരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം 6 പേരാണ് പോകുന്നത്. അപ്പൊ എന്റെ ചേട്ടന്റെ എന്റെ കൂട്ടുകാരാണ് സതീഷ്. പുള്ളിയുടെ വീട് തിരുനെൽവേലിയാണ്, പുള്ളിയുടെ ഭാര്യയുടെ വീട് കന്യാകുമാരിയാണ്. അവിടെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കന്യാകുമാരി കറങ്ങാനും പോവുകയാണ്. അതേ സമയത്ത് പുള്ളിയുടെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ കാണിക്കുക സൂപ്പറായിട്ട്. അപ്പൊ ട്രെയിനിലാണ് പോകുന്നത്. കറക്റ്റ് 6:50 ട്രെയിൻ ഉള്ളത്. കൊച്ചുവേളി എക്സ്പ്രസിലാണ് പോകുന്നത്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 6:10 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇന്ന് പറയാനില്ലല്ലോ അല്ലേ, അത്ര തന്നെ. അപ്പൊ പോന്നാ. അപ്പൊ ഇവിടെ നിന്ന് ബൈക്ക് എടുത്ത് നേരെ തമ്പാനൂർ പോകുന്നു. അവിടെ കൊണ്ട് ബൈക്ക് വെക്കുന്നു, പിന്നെ ട്രെയിനിൽ കയറുന്നു, നേരെ പോട്ടെ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിക്കണം. മതി, 4 വാ മതി, സമയം കൊണ്ടിരിക്കണം. നീ 10-15 പറയല്. ഓക്കെ വാ, പോ, സമയം വാ. ഇപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിക്കണം. പറ. ഓക്കെ പോന്നാ. നല്ല മഴയുണ്ട്, നല്ല മഴയില്ല, മഴ തൂറ്റിയാണ്. ഇനി എന്തായാലും ഉറക്കാൻ ചാൻസ് ഉണ്ട്. ശരി പാപ്പാ, ശരി പോ, സമയം. പ്രാവല്ലേ കൊക്കത്. അയ്യോ, പിള്ളേരെയും കൊണ്ടാണ് പോണത് മഴയത്ത്. കാറിൽ പോകണ ഐഡിയ ഉണ്ടായിരുന്നു. കാറിൽ കുറേ വ്ളോഗ് ചെയ്തത്, അതാണ് കാർ എടുക്കാത്തത്. ഇതാകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കില്ല. പക്ഷേ ക്ലൈമറ്റ് ശരിയല്ലോ, ഭയങ്കര മോശമായി കിടക്കല്ലേ. ഓക്കെ, മഴ വെയില, ട്രെയിനിൽ കാറും വരാം. അപ്പോൾ ഓക്കെ പോന്നാ. വില എടുത്ത് വെച്ചല്ലേ ബാഗിനകത്തല്ലേ. ഓക്കെ, അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, ഇതെല്ലാം ഉണ്ട് കയ്യിൽ. പിന്നെ എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ട് വൈശു വീട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരെ പോന്നാ. സുമേഷ് എൻ്റെ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ട്രെയിൻ ടിക്കറ്റ് എടുക്കുക, ട്രെയിനിൽ കയറുക, പോവുക. നമ്മൾ പോകേണ്ട സ്ഥലം പവർ ഹൗസ് ആണ് പോകേണ്ടത്, തമ്പാനൂരല്ല. പവർ ഹൗസ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് ബൈക്കും പാർക്ക് ചെയ്യും, പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എന്ത് മഴയായാലും വെയിലായാലും ഓരോ നിമിഷവും അല്ലേ ലൈഫ് അടിച്ച് പൊളിക്കണം. അയ്യോ, ഫാമിലി കൊണ്ടാണ് പോണത്. കുഴപ്പമില്ല, വലിയ മഴയില്ല, ചെറിയ തൂറ്റലാണ്. സടുക്കോ സടുക്കോ ഞാടുക്കടുക്ക് എന്തോന്ന് പാട്ടൊക്കെ, എന്തോ തെലുങ്ക് പാട്ടുകൾ കുറേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാ പാട്ടും കൊള്ളാട്ടാ, അടിപൊളിയായിരുന്നു കേൾക്കാൻ. പക്ഷെ മനസ്സിലാവണല്ലോ എന്താണെന്നുള്ളത് ഭാഷ അല്ലേ. അടുക്കടുക്ക് ഞാനടുക്കടുക്ക് അതിങ്ങനെ പാടാൻ. മ്യൂസിക്കിന് ഭാഷയില്ല അല്ലേ. ഇതാണ് പൂജപ്പുര ഗ്രൗണ്ട്. ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുകയാണ്. ആരും ഓടെ ഇറങ്ങിയില്ലല്ലേ ഇന്ന്, കാരണം മഴയല്ലേ. ഈ മഴയത്ത് ആരും ഇറങ്ങാൻ വെളിയില്ലല്ലേ. ഓക്കെ, നമ്മളങ്ങനെ കിള്ളിപ്പാല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ഇത്തിരി മഴ കുറവുണ്ട് കേട്ടോ, റോഡ് നനഞ്ഞിടക്കുന്നത്. നമ്മളും കുറച്ച് നനയും. ക്യാമറയ്ക്കകത്ത് വെള്ളം കയറാൻ നോക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ശ്രീകണ്ഠേശ്വര ശശികല. ഓക്കെ, അങ്ങനെ പവർ ഹൗസ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇന്നെവിടെയാണ്? ഇന്നത് അപ്പുറത്താ. സടുക്കോ സടുക്കു ചടുക്കു. തെലുങ്ക് പാട്ട് ഇങ്ങനെ അടിച്ചിട്ട് പാടിയാൽ മതി, ആർക്ക് മനസ്സിലാവണം അല്ലേ. നമ്മൾ പാടി തന്നെ വരി. ഓക്കെ, എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? വണ്ടി കൊണ്ട് അകത്ത് വെച്ചിട്ട് തിരിച്ചു വരാം. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ വിഷയമുള്ള കാര്യമല്ലേ. അവിടെ പാർക്ക് ചെയ്യാം, അപ്പുറത്ത് വേണ്ട, മണ്ണ് അവിടെ. സടുക്കോ സടുക്കു വണ്ടി പാർക്ക് ചെയ്യണം. എപ്പോഴും മണ്ണിൽ പാർക്ക് ചെയ്യാൻ പാടില്ല, എന്താ പറയുക, പൂന്തി വണ്ടി വീണുകളായി. സിമെൻറ്റിൽ പാർക്ക് ചെയ്യണം എപ്പോഴും. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.
സേഫായിട്ടിരിക്കണം, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഓടി എത്തും, വൈകിട്ടെത്തും. KL01 CV 0576. വൈകിട്ട് ഒരു 8 മണിയാണെന്ന് തോന്നുന്നു. 20 അല്ലേ? വ്ളോഗുണ്ട്. കന്യാകുമാരി പോകണം. 20 കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെറിയൊരു വിരുന്ന് പോലെ. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, വണ്ടി പാർക്ക് ചെയ്ത് പൈസ അടച്ചുകൊണ്ട് 20 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാ കമോൺ ക്വിക്ക്. എത്രോളായിക്കൂല്ലേ? അല്പ സമയത്തിനുള്ളിൽ പറഞ്ഞവൻ എപ്പോഴപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. കുഴപ്പമില്ല. എല്ലാം ഓക്കെ ആണല്ലോ. അടിപൊളി ഡ്രസ്, ജാക്കറ്റാ? ശരി, കൊള്ളാം, അടിപൊളിയായിട്ട്. ഷൂസൊക്കെ ഇടണ്ടേ? പിന്നെ അപ്പോൾ നമ്മൾ പോകേണ്ട പ്ലാറ്റ്ഫോം 4ാമത്തെ പ്ലാറ്റ്ഫോമാണ്. 4 എവിടെ വരും? അവിടെ റൈറ്റ് അല്ലേ? അവിടെ റൈറ്റ് വരും. അപ്പോൾ 6:45 ട്രെയിൻ പുറപ്പെടും. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല അല്ലേ? എല്ലാം പാക്ക് ചെയ്തല്ലേ ബാഗിൽ? അപ്പോൾ എല്ലാം കറക്റ്റ് പാക്ക് വെച്ചിട്ടുണ്ട്. പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ. നമുക്കുള്ളത് എന്തോന്നു, ഒരു കുപ്പി വെള്ളം മാത്രം തന്നെ. ഇതല്ലേ പ്ലാറ്റ്ഫോം അല്ലേ? ഇപ്പുറത്താ റൈറ്റാ ലെഫ്റ്റാ? ലെഫ്റ്റ് സൈഡിലുള്ളത്. ട്രെയിൻ ഒന്നുമില്ല അപ്പം? വന്നേ ഇല്ല. കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ. വശു നടക്കാൻ പാടിയാ? വശുട്ടി നടക്കാൻ പാടിയാ? നടക്കാറുണ്ട്. ശരി, കുഴപ്പമില്ല. ഇറങ്ങണേ. ഓക്കെ, തിരുപ്പതി സെക്കൻഡറാബാദ്. ഈ ട്രെയിൻ തിരുപ്പതി ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിൻ ബുക്ക് ചെയ്താൽ നേരെ തിരുപ്പതി പോകാം അല്ലേ? ട്രെയിൻ. ഓക്കെ, ട്രെയിൻ വന്നിട്ടുണ്ട്. ഓ, ഇവിടെ തന്നെ സീറ്റുണ്ടോ എന്തോ? കയറി. സീറ്റ് കിട്ടിയുള്ളായിരുന്നല്ലേ? സീറ്റ് കിട്ടുമായിരിക്കും, നോക്കാം. സീറ്റ് നമ്പർ ഉണ്ടോ? ചുമ്മാ ഇരിക്കല്ലോ അങ്ങനെയാണെങ്കിൽ. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ സീറ്റിംഗ് ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ട്രെയിൻ പുറപ്പെട്ടോ അതിനിടയ്ക്ക്? ആ ട്രെയിനിൽ പോകണം. ആ ട്രെയിൻ പോകണോണ്ട് ഈ ട്രെയിൻ പോകുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മൾ സേഫായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല. ബൈക്കിൻ്റെ താക്കോല് ബൈക്കിലായിപ്പോയി. അപ്പോൾ ബൈക്ക് ലോക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഈ താക്കോൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് പറയാം? ഒന്ന് പറ, എന്തെങ്കിലും പറ. ഹാപ്പിയാണോ? ലീവ് തന്നെ സമയം? ലീവ് ആണല്ലോ. 3 ലീവ് എടുത്താ? എന്ത് തിങ്കളാഴ്ച? എന്ത് ഹോളിഡേയാ? ഓക്കെയാണോ? ചായ കുടിച്ചപ്പോൾ എങ്ങനെ ഉണ്ട്? അപ്പം ക്ഷീണോ മാറിയാ? ഓക്കെ, അത്ര തന്നെ. ബൈ ട്രിവാൻഡ്രം സെൻട്രൽ. ഓക്കെ, ഞാൻ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട് നല്ല പോലെ. മണിപ്പ് കറക്റ്റ് എത്ര മണിയായി? മണിപ്പ് കറക്റ്റ് 6:50 ആയിട്ടുണ്ട്. കറക്റ്റ് ടൈം പുറപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാം ഹാപ്പിയാണ്. സൂപ്പർ. ഇവിടെ എത്ര മണിക്ക് ട്രാവലാണ്? നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് എന്നുകൊണ്ട് നാറൂലാണ്. നാറൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി കന്യാകുമാരി പോകുന്നത്. അവിടെ വിളിക്കാൻ കാർ വരും, നമുക്ക് ബസ് കയറി പോകണം. നമ്മൾ ബസ് കയറി പോകണം. കാറിന്ന് വരാനൊന്നുമില്ല. ശരി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം കാറിൽ പോകാം. സത്യം പറഞ്ഞാൽ കാറിൽ പോകണമെന്ന് ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ കാർ കുറേ കാണിച്ചില്ലേ കുറേ വ്ളോഗിനകത്ത്. ഇനി കാർ കാണിക്കാൻ ശരിയാവില്ല. അതുമില്ലാതെ ഒരേ റൂട്ടായി പോകും. കളിയേക്കാവള, നാറൂലൊക്കെ. ഇതാകുമ്പോൾ ട്രെയിനാകുമ്പോൾ പുതുമയായിരിക്കും. അപ്പോൾ ട്രെയിൻ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇനി ചെയ്യാൻ ഒരുപാട്. സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് കുറവാണല്ലേ? ആറ്റിലൊക്കെ ഭയങ്കര വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ആറ്റി കുളിക്കാൻ പോകണവരൊക്കെ കുളിക്കാൻ പോകാം ദയവ് ചെയ്ത്. പുറത്ത് പോകണതിനെ മാക്സിമം കുറയ്ക്കണം. കാറിൽ പോയ വിഷയമില്ല. ബൈക്കിൽ പോകണവരൊക്കെ മാക്സിമം സേഫായിട്ട് പോകുക. റെയിൻ കോട്ടൊക്കെ ഇടുക. അധികം കുണ്ടും കുഴികൾ റോഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. ആൾറെഡി പറഞ്ഞ് വന്നിട്ട് പറയാണ്. അവിടെയാണ് മൂക്കുന്നി മല. കാണിച്ചാൽ സൂപ്പറായിട്ട്. മൂക്കുന്നി മല ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. മൂക്കുന്നി മല അല്ലേ? ആ പോളി, ഇത് മഞ്ഞല്ലേ അവിടെ അല്ലേ? സൂപ്പറായിട്ട്. സ്ഥലങ്ങളൊക്കെ രക്ഷയില്ല. നേമം എത്തിയാ? ഓക്കെ, നമ്മൾ നേമം എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലേ? നേമം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വൈശൂട്ടി ഛർദ്ദിക്കാണെന്നാണ് പറഞ്ഞത്. വൈശൂട്ടി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരിക്കുകയാണ്. കാരണം വെറും വയറല്ലേ, അതുകൊണ്ട് ചെറിയൊരു പെരട്ടലുണ്ട് വയറ്റിനകത്ത്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവായിരിക്കും. ചായ ഇവിടെ പോകായിരിക്കും അടുത്ത സ്റ്റേഷനിൽ. അപ്പോൾ കഴിക്കാം.
സംഭവം ഭയങ്കര കരിഞ്ഞ സ്മെല്ല്. അത് ഒരുമാതിരി എനിക്കൊരുമാതിരി ഇരിക്കുക തന്നെ. പിള്ളേർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം വണ്ടിയുടെ അടിയിൽ ട്രെയിനിൻ്റെ അടിയിൽ എന്തോ ട്രെയിനോട് അപ്പോൾ ട്രെയിനിൻ്റെ വീലിൻ്റെ അടിയിൽ എന്തോ കരിയാണ്. ആ സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ എന്തോ പ്രശ്നമുണ്ട് വണ്ടിയിൽ. അത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. എന്തോ പറഞ്ഞാൽ കരിയാണ്, നല്ലപോലെ കരിയാണ്. ഓ തയ്ക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കിയാണല്ലോ, വിഷയമൊന്നുമില്ലല്ലോ. പ്ലാസ്റ്റിക് ഓറുണ്ടോ? എൻ്റെ ഓർമ്മയുണ്ട്, കുഴപ്പമില്ല. അല്ല എൻ്റെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ലേഡീസൊക്കെ അപ്പുറത്തിരിക്കുകയാണ്, ജെൻസൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? നീ കിഡാണ്, ജെൻസ് അല്ല. കിഡ് ബോയാ? കിഡ് ബോയ്. ഷൂട്ടി സൂപ്പർ അല്ലേ? വേറെ വിഷയമൊന്നുമില്ലല്ലോ. ലൈഫ് അടിച്ച് പൊളിക്കണം. സീറോയാ? ഉഴുന്ന് വടയാ? സീറോ വട വേണോ? ഷൂട്ടി സീറോ വട വേണോ? അത് ഉഴുന്ന് വടയായിരുന്നു, ഓട്ട വട. ആ മനസ്സിലായി, അതുപോലത്തെ വട. ഇതൊക്കെ കേൾക്കാണ്ടിരിക്കും അല്ലേ? ഐശ്വര്യ ക്രിയേറ്റീവ് വേറെ ലെവലാണല്ലേ? സീറോ വട, ഉഴുന്നോട അല്ലേ? വാങ്ങിച്ചില്ല. ഓക്കെ, സൂപ്പർ സീനറി കേട്ടോ. വെളിയിലേക്ക് അടിപൊളി സീനറിയാണ്. എല്ലാം കൂടെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് പോകും. അത് കുറച്ച് മാത്രമേ കാണിക്കുള്ളൂ. സതീഷ ഓക്കെ, സതീഷ് ഫോൺ ചെയ്തിരിക്കുകയാണ്. എവിടത്തെ ചോദിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പറ. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ നാറൂൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് ബസ് കയറുന്നു, നേരെ കന്യാകുമാരി പോകും. ഓക്കെ, ബീച്ചൊന്നും പോകില്ല, മഴ സമയത്ത്. സംഭവം ചേട്ടത്തേക്ക് ടെക്നോ പാർക്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഉറങ്ങിയില്ല രാത്രി ഫുള്ളായിട്ട്. ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഉറങ്ങിക്കോ വേണ്ടേ? ഇതൊക്കെ പറയണം വ്ളോഗിൻ്റെ അകത്ത്, എല്ലാം പറയണം. ഓക്കെ, ഉറങ്ങിക്കോ. പാട്ട് പാടണോ ആരെങ്കിലും? നല്ല പാടും. കിച്ചു നല്ല പാട് വെച്ചു. അമ്മയ്ക്കൊരു പാട്ട് പാടിക്കോട്ടെ, അമ്മ ഉറങ്ങട്ടെ. പാട്. ആ പാട്. ജയിലറിലെ പാട്ടാ? അളപ്പുറം കള്ളപ്പുറം ഇതാ പാറിടാ. ஹுக்கும் பாடு. அது என்ன ஹலப்புறம் கலப்புறம் பாருடா. இங்கே நான் தான் கிங்கு, நான் மச்சு தான் சட்டம். அதை கப்பு ஜிப்புன்னு ஃபாலோ பண்ணி போயிட்டே இருக்கணும். எவனாச்சும் வந்தால் அடி வாங்கிடும் அல்லே. கலப்புறம் இதா பாருடா. பாடு. கலப்புறம் இதா பாருடா. பாடு மைக்கிறாங்க, பாடு. ஓகே, பாடா. ரெடி, 1 2 3 ஸ்டார்ட். அளப்புறம் இதா பாருடா. பாடு. கை மாற்றி. கலப்புறம் இதா பாருடா. தலைவர் மட்டும்தான் சூப்பர் ஸ்டாருடா. பாடு. ஐயே கிச்சு, நீ ஸ்மார்ட் ஆவணும். കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട്. എനിക്ക് ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കും. രാജാതി രാജനിന്ദ രാജ പൂജ പൂക്കാതെ ദേവിങ്ക പൂജ നേട്ടർ ഇല്ല നാളെ ഇല്ല. എപ്പോഴും രാജ. ഓക്കെ, സൂപ്പർ അടിപൊളി. സ്കൂളിലല്ലേ? സംഭവം പൊളിയാട്ടാ. കിച്ചു കുഴപ്പമില്ല, പാട്ട് പാടിയില്ല, ഡാൻസ് സൂപ്പർ കളിച്ചല്ലേ? രാജാതി രാജനിന്ദ രാജ, പഴയ പാട്ടാണ് അതൊക്കെ. അപ്പൊ ഈ സമയത്ത് പറ്റിയ പാട്ടാന്ന് പറയുമ്പോ ചിക്കുപുക്ക് റൈലേ കലക്കുത് പാരഡി സ്റ്റൈലേ സിക്കുവാർ മൈലേ അത് ഓക്കെ ഞാൻ അടിക്കൂളേ. അവിടെ കണ്ടാ പാവല്ലേ ആ പട്ടിക്കുട്ടിയും. മഴയത്ത് തണുപ്പ് കൊണ്ട് കിടക്കണണ്ട. പുതപ്പുമില്ല, കട്ടിലുമില്ല, ഒന്നുമില്ല. ഇതൊക്കെയാണ് ജീവിതങ്ങളല്ലേ. അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ സൂപ്പറാണ് ജീവിക്കല്ലേ അല്ലേ കിച്ചു? സൂപ്പറായിട്ട് നമ്മുടെ ലൈഫൊക്കെ അടിപൊളിയാണ് സത്യം പറയാലോ. ഒരു കുറവില്ല. അത് അടിപൊളി വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യും. അതിന് ഗ്രൂമിംഗ് ഉണ്ട്, പിന്നെ പട്ടിക്ക് ബെഡ് ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, അതുവരെ ഉണ്ട്. റിച്ച് ഡോഗ്സിന് എല്ലാ സൗകര്യവും ഉണ്ട്. ഇതുപോലത്തെ നാടൻ പട്ടിക്ക് സൗകര്യങ്ങൾ കുറവല്ലേ? പാവല്ലേ? എന്ത് കഷ്ടപ്പാടാണ്. ഇതുപോലെ നാടൻ പട്ടി എടുത്ത് വളർത്തിയാലോ? നമ്മളെ വാടക താമസിക്കണല്ലേ, ഉള്ള വീടും കൂടെ പോകും. കൊറേ പേര് അമേരിക്കയില് കുപ്പിച്ചില് ഗ്ലാസ് വീഴുമ്പോ അത് ഒരു തുണിയൊന്നും ആക്കൂല, ചുമ്മാ കൊണ്ട് കളയും. എങ്ങനെ കളഞ്ഞാലേ? എല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോസ് ആണ് അതൊക്കെ, കണ്ട് പറയാണ് അല്ലേ? അറിയാം അതൊക്കെ, നീ എല്ലാം കാണുന്നുള്ളത്. ഒരു തുണി വെച്ചിട്ട് ഫുള്ള് ടാപ്പ് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാനൊന്നുമില്ല. നമ്മളെ ആൾക്കാർക്ക് വേണ്ടത് നല്ല എൻഗേജിങ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ അത്ര തന്നെ. ഇതൊക്കെ അവർ ലിങ്ക് അയച്ചു കൊടുത്താൽ കണ്ടോളൂ അവർ. എൻ്റെ ഈ പട്ടിയുടെ കാര്യവും വീടിൻ്റെ കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ കിച്ചുടെ ഡാൻസ് എങ്ങനെയൊന്നും പറയണം കേട്ടോ എല്ലാവരും. കിച്ചു വലുതാകുമ്പോൾ ഒരു പ്രഭുതവെ പോലെ ആവുമെന്നാണ് കിച്ചു പറയേണ്ടത്. അത്ര എക്സ്പീരിയൻസ് ഇല്ല, ചുമ്മാ ഞാൻ കളിക്കണയാണ്. പക്ഷെ എന്നാലും എല്ലാവരും പറയുന്നത് സൂപ്പറാണ്. വൈഷു ഡാൻസറാണ്, ഡാൻസ് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസിക്കൽ. മാമാട്ടിയാ? ഓക്കെ, നമ്മൾ ട്രിവാൻഡ്രം കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ധനുവച്ചപുരം എന്ന സ്ഥലം കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കേട്ടോ, അടിപൊളി ലൊക്കേഷൻ അല്ലേ? കേരളം തന്നെയല്ലേ എപ്പോഴും പച്ച എന്നിരിക്കും എപ്പോൾ നോക്കിയാലും. വയസ്സൂട്ടിക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അയ്യോ പാവം. ശരി ഒന്നുമില്ല മക്കളെ, പോട്ടെ. ആ ചായ ഇവിടെ കഴിച്ചാൽ ശരിയാവും, ഒന്നും കഴിച്ചില്ലല്ലോ അവള്.
അതാണ് പിടിക്കില്ല, സ്മെല്ല് പിടിക്കില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്മെല്ലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും കാരണം പിടിക്കില്ല, പിള്ളേർ പിടിക്കില്ല, അതിന് കുഴപ്പമില്ല. അതായത് നമ്മളൊക്കെ ട്രെയിൻ ടിക്കറ്റ് എടുത്താണ് ട്രെയിനിൽ പോകുന്നത്, പക്ഷെ ഒരാൾ ടിക്കറ്റ് എടുക്കാതെ പോയാണ്, അയാളെ കാണിച്ചു തരും. ഇതൊക്കെ മോശമല്ലേ, ചെക്ക് ചെയ്യേണ്ടതൊക്കെ. കണ്ടാ, ഇയാളാണ് ടിക്കറ്റ് എടുക്കാതെ പോകുന്നത്. അണ്ണാ ടിക്കറ്റ് എടുക്കണ്ടേ, ട്രെയിനിൽ കയറുന്ന കുഴപ്പമൊന്നുമില്ല. സംഭവം ഒരു എലിയാണ്, എന്ത് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ട്രെയിനൊക്കെ എപ്പോഴും നല്ലപോലെ ഹൈജീനിക് ആയിരിക്കണം, കാരണം ഒരുപാട് ഫാമിലി ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ഇനി മാറാറുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എലിയൊക്കെ അകത്ത് വരെയാണ്, അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതാണ്, അപ്പോൾ എലി കാരണം പല അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൂട്ടുകാരെ റെയിൽവേയിൽ വർക്ക് ചെയ്യാണ്, സതീഷ്. സതീഷ് എന്നടാ അതെല്ലാം ഗവണിക്കാൻ മാറ്റി അതെല്ലാം. അപ്പോൾ സതീഷിനെ കണ്ട് നേരിട്ട് പറയാം കാര്യങ്ങളൊക്കെ. ഒന്നും പോയാ പോയി ഇല്ലേ, പുള്ളിക്കുള്ള സ്റ്റോപ്പ് ഒന്ന് പുള്ളി ചാടി പോയിട്ടുണ്ട്. പുള്ളി ചാടിയാണ് പോകുന്നത്, നമ്മളെ പോലൊന്നുമില്ല, നമ്മളൊക്കെ ഇറങ്ങിയേ പോകുള്ളൂ. കോമഡിയില്ല, എന്താണെന്നൊക്കെ ചോദിക്കില്ല ഇതൊന്നും. നീ നല്ല പഠിച്ച് വലിയ ആളാവുമ്പോഴേ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് വലിയ ആളാവണം. ഇതൊക്കെ ഒന്ന് നോക്കി കൈകാര്യം ചെയ്യണം കേട്ടല്ലോ. കിച്ചുവിന് മാത്സിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ ക്യൂബ് ഉണ്ടല്ലോ, മറ്റേ എന്ത് കളർ ക്യൂബ് അല്ലേ, അതൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്താൽ പറയണത്. എത്ര സമയമായിട്ട് സെറ്റ് ചെയ്യാൻ? ഒരു 10 ദിവസം. അത്ര തന്നെ. തള്ളല്ലേ ഇതൊക്കെ, തള്ളല്ലേ, എല്ലാം തള്ളാണ് കിച്ചു പറഞ്ഞല്ല. സംഭവം സൂപ്പർ സീൻ കേട്ടോ, രക്ഷയില്ല, അടിപൊളി. അതായത് നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന ലുക്ക് വേറെ, പക്ഷെ ട്രെയിനിൽ നിന്ന് കാണുന്ന ലുക്ക് വേറെ കേട്ടോ. ഏകദേശം നമ്മൾ നാറിൽ എത്താറായില്ലേ. ഇവിടുത്തെ സീനറി സൂപ്പർ കേട്ടോ, നല്ല പച്ച വയലുകൾ, പിന്നെ നല്ല മലകൾ. അപ്പോൾ റോഡ് വേറെ, ട്രെയിൻ റൂട്ട് വേറെയാണ്. അപ്പോൾ രണ്ട് സീനറിയാണ് കാണാൻ. അല്ലേ, സൂപ്പറായി. പോളിയില്ല, അടിപൊളി സൂപ്പർ കേട്ടാ. ഇതൊക്കെയാണ് സീൻ അറിയണം. ട്രെയിൻ എന്ന് പറഞ്ഞ റൈഡ് വേറെയാണ് അല്ലേ. എന്തൊക്കെ നമ്മൾ കാറിൽ പച്ചയൊക്കെ പോയാലും ട്രെയിനിൽ പോകണ സുഖം എന്ന് പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റില്ല, അത് പ്രത്യേക ഫീലാണ് അല്ലേ. എത്രയാ കുഴപ്പമില്ലല്ലേ, ഇടയ്ക്ക് കുറേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അല്ലാതെ വലിയ വിഷയമൊന്നുമില്ല. ആ സ്റ്റോപ്പ് പറഞ്ഞ കുറേ സമയം എടുത്ത്, പക്ഷേ പെട്ടെന്ന് എത്താറായി. ക്ഷീണം അറിയില്ല, പെട്ടെന്ന് എത്തിയത് അറിയാമല്ലേ. അതായത് വീട്ടിൽ ഇരുന്ന പോലെ ഒരു ഫീലാണ് അല്ലേ. ഇതേ ബസ്സിലോ നമ്മൾ കാറിലോ ബൈക്കിലോ പോയാലും റോഡിൻ്റെ കട്ടറും കാര്യങ്ങളും നമ്മൾ അറിയാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, സ്മൂത്ത് ആയിരിക്കും, പോണതേ അറിയാൻ പറ്റില്ല, അങ്ങനെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ശരി, ഹായ്, എന്ത് പറയാനുണ്ടെങ്കിൽ സൂപ്പർ ലൊക്കേഷൻ അല്ലേ, അടിപൊളി. കണ്ടാ മലയാളം എന്താ ലൊക്കേഷൻ കണ്ടാ, സൂപ്പർ ആക്കിയല്ലേ. ഡാൻസ് കളിക്കാം. സ്റ്റോപ്പ് എത്തിയല്ലോ, ഇതേ സ്റ്റോപ്പ്. ഇത് നാറുവൽ ടൗൺ ഉണ്ട്, നാറുവൽ ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് സ്ഥലം അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായിട്ടില്ല, മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണി ആവാറായി. നല്ല വശപ്പെടും, ഒരു രക്ഷയില്ല. അപ്പോൾ വയറ് കത്തണം. ടൗണാണ് തന്നെ. ശരി, അപ്പോൾ നാറുവൽ ടൗണാണ്, നമ്മളിവിടെ ജംഗ്ഷനിലാണ്. ഓക്കെ, സംഭവം സൂപ്പർ സീൻ കേട്ടോ, നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇവിടെ അടിപൊളിയാക്കണം. അതൊക്കെ കണ്ട മലകൾ കംപ്ലീറ്റ് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പും ഉണ്ട്. പിന്നെ എന്തൊക്കെ പറയാം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ പറയാൻ പോയി ലാഗ് അടിക്കും. മഞ്ഞുമൽ ബോയ്സ് മറന്നു പോയാ, അയ്യേ. ഇതാണ് നാറുവൽ ടൗൺ സ്റ്റേഷനാണ്. ഇവിടെ കാണിച്ചേക്കാം സൂപ്പറായിട്ട്. പൊളിയല്ലേ, അടിപൊളിയായിരുന്നു. ആഹാ, പച്ചക്കൊടി കാണിച്ച്, ഇതേപോലത്തെ പച്ചക്കൊടി നമ്മളെ ജീവിതത്തിൽ വേണം അല്ലേ. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ചല ചെയ്യ 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 ചല ചെയ്യ 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 കിച്ചു ഡാൻസ് ഇഷ്ടമാണ്, ഡ്രോയിങ് ഇഷ്ടമാണ്, കുറേ കാര്യങ്ങളുണ്ട് കിച്ചുവിന്. പഠിത്തം മാത്രം ഇഷ്ടമല്ല നമ്മളെ പോലെ. പഠിത്തം വിഷയമല്ല, നമുക്ക് വേണ്ടത് കഴിവാണ് അല്ലേ. പഠിത്തം വന്നില്ലെങ്കിൽ നല്ല പോലെ എന്ത് കഴിവുണ്ടോ അത് ഒന്ന് ഉപയോഗിച്ച് ഇഷ്ടപ്പെടാൻ നോക്കും, അത്ര തന്നെ. നല്ല പഠിക്കണം, നല്ല പഠിക്കട്ടെ അല്ലേ.
അച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. നല്ല കിടിലം പാട്ടിലുണ്ടോ ട്രെയിൻ പാട്ടൊക്കെ. ഇത് ഓക്കെ ഞാൻ അടിച്ചൂല്ലേ. ചുമ്മാ എന്തെങ്കിലും കാണിക്കണ്ടല്ലേ. അപ്പോൾ ഡാൻസ് പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ബാഡ് കമന്റ് ചെയ്യേണ്ട, നല്ല കമന്റ് ചെയ്താൽ മതി. ഇത്രയും നമ്മളെ പറ്റും. ഇപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് സ്ഥലത്താറായി. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇറങ്ങാം. സ്റ്റോപ്പല്ലേ, സ്റ്റേഷൻ അല്ലേ. ആ എലിയാണ് പോയത് അങ്ങോട്ട്. അങ്ങനെ ഇറങ്ങിയാണ് നേരത്തെ. ഇങ്ങനെ സ്റ്റോപ്പ് നേരത്തെ ഒന്നാണ്. അപ്പോൾ നാവൂരിൽ ഇറങ്ങാൻ പോയാണ്. അപ്പോൾ തിരുപ്പാച്ചി സിംഗിൾ വിജയപുരം ഇറങ്ങാൻ പോയാണ്. തിരുപ്പാച്ചി വിജയ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കന്യാകുമാരിയിലോട്ട്. അങ്ങോട്ട് എത്ര ട്രെയിൻ ഉണ്ടോ? 1, 2, 3, 4, 5 ട്രെയിൻ അല്ലേ. ഇവിടെ ഒരു ട്രെയിനേ ഉള്ളൂ. ഇതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം അല്ലേ. ഇതല്ലേ 1ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ തന്നെ പുറത്ത് പോകേണ്ടത്. ഏതുവഴി പോകണ്ടോ? അപ്പോൾ നമ്മളിവിടെ ചായ കുടിച്ചിട്ട് പോകാൻ പോവുകയാണ്. ചായ 15 രൂപ, കോഫി 15 രൂപ, മിൽക്ക് 15 രൂപ, എല്ലാം 15 കേട്ടോ. ചായയും വട എല്ലാം. അപ്പോൾ ഓക്കെ, ഒരു 4 ചായ. ഇച്ചു ചായ വേണോ? ഹോർലിക്സ്, ബൂസ്റ്റ് വേണോ? ഹോർലിക്സ് മതിയാ? വട എന്തായാലും ഉണ്ട്, സമൂസ ഉണ്ട്, ഉഴുന്നോട ഉണ്ട്, പരിപ്പോട ഉണ്ട്. ചൂടില്ല, തണുത്തുപോയി, രുചിയുണ്ട്. എല്ലാവർക്കും ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. 4 ചായ, 5 ചായ. നിങ്ങൾക്ക് ചായ മതി. ഓക്കെ, സമൂസ വേണം അല്ലേ? എടുത്തോ, ചായ എടുത്തോ. വീണേ എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി ചായ കുടിക്കാൻ ബാക്കി ആരുണ്ട്? മാണി മാത്രമുണ്ട്. പയ്യെ കുടിച്ച് കുഴപ്പമില്ല. അപ്പോൾ ചായയും കൊള്ളാം, വടയും കൊള്ളാം, വേറെ വിഷയമൊന്നുമില്ല. ചായ 15, വട 15, മൊത്തം 5 ചായ 4 വടയാണ്. ഓക്കെ, അപ്പോൾ 5 ചായ 2 വട, മൊത്തം എത്ര എമൗണ്ട്? 15, 30, 45, 60, 60, 30, 90 രൂപ മൊത്തം അല്ലേ. 90 രൂപ കണക്ക് വെച്ചോ. ലാസ്റ്റ് ഒന്ന് തരാം. ഓക്കെ, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മഹാദാനപുരമാണ്. ഇവിടുന്ന് കറക്റ്റ് 1/2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഒരു 10 കിലോമീറ്റർ വരുമല്ലേ? ഇതാ എക്സിറ്റ്, നാഗർകോവിൽ ജംഗ്ഷൻ. നാഗർകോവിൽ വந்தாச்சு. നോർമൽ ഇവിടെ ഉണ്ട്. പിന്നെ കളക്കാട് ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കക്കൂസിലൊക്കെ പോയിട്ട് വന്നു. സൂപ്പറായിരുന്നു എല്ലാ സമയത്ത്. ഇവിടെ നമ്മളൊന്ന് ആവശ്യമില്ലാതെ വിശാൽ ചെലവും നമ്മൾ കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ ഇവിടെയാണ് വന്നത്. നാഗർകോവിൽ സന്ദീപ്പ്, നാഗർകോവിൽ ജംഗ്ഷൻ. ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ സെയിം ആണ്, തമിഴിൽ മാത്രം നാഗർകോവിൽ സന്ദീപ്പാണ്. ബസ്സിൽ പോകാനല്ലേ? ബസ്സിൽ പോവാം. ബസ് ഇവിടെ വരുമോ? ബസ് ഇവിടെ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? കമോൺ, കട്ടയ്ക്ക് നിൽക്കണം. നല്ല തിരക്കാണല്ലോ. ഇതാണ് കന്യാകുമാരി ബസ്. ഇതിലാണ് കയറേണ്ടത്. മഹാദാനപുരം അല്ലേ? നല്ല തിരക്കാണ്. സീറ്റ് കിട്ടുന്നതാണല്ലോ. നിൽക്കാം അല്ലേ? കുഴപ്പമില്ല. വാ നീനെ ഉറപ്പാണോ? ഓക്കെ, കയറി. അപ്പോൾ ട്രെയിൻ വ്ളോഗായി, ബസ് വ്ളോഗായി. ഇനി ചെയ്യേണ്ടത് എയറോപ്ലെയിൻ മാത്രമേ ഉള്ളൂ അല്ലേ? കയറിക്കോ. ബസ്സിനകത്ത് ക്യാമറ യൂസ് ചെയ്യാമോ? സീറ്റൊന്നും കാണൂല, നിൽക്കേണ്ടല്ല. സ്റ്റാൻഡിങ്ങിൽ പോവാം. അമ്മോ, ഇരിക്കാം, ഇവിടെ ഇരിക്കാം, കുഴപ്പമില്ല. വയസ്സ് കുഴപ്പമില്ല, കൊച്ചല്ലേ, ഇരിക്കാം. ഓക്കെ, അടിച്ചോ, കുഴപ്പമില്ല. കുഴപ്പമില്ല. 2 പേർക്ക് സീറ്റായി, കുഴപ്പമില്ല. നമുക്ക് നിന്ന് പോകാല്ലേ അല്ലേ? ബസ് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.
വെള്ളം കയറി ആളെ സ്റ്റോപ്പ് എത്തി ഇറങ്ങാൻ ബയലെടുത്തല്ലോ അല്ലേ ഛർദിച്ചാ അല്ലല്ലോ ഓ ദേഹത്ത് എത്ര ആയല്ലേ ഒരുപാട് കുഴപ്പമില്ല പക്ഷേ ഓക്കെയാണോ ഛർദിച്ചല്ലേ ഒരുപാട് ഇറങ്ങിയാ അപ്പോൾ വയസ്സ് ഛർദിച്ചിട്ടുണ്ട് കിച്ചു കുഴപ്പമില്ല ഈ പനി മാറ്റിയേക്കാം പനി ഇടണോ പനി ഊരി അങ്ങോട്ട് വാ ഒതുങ്ങിക്കാം ഓടല്ലേ തീട്ടാ അങ്ങോട്ട് നോക്കി വാ അങ്ങോട്ടോ ഓ നോക്കി വാടാ തറയില് നല്ല തീട്ട വായിക്കണ് തീട്ടമാണോ വേറെ എന്തെങ്കിലും കൂടെ അപ്പോൾ ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ലൊക്കേഷൻ മകാദാനപുരം അല്ലേ ഇവിടെ എത്ര കിലോമീറ്റർ വീട് അടുത്തല്ലേ അപ്പോൾ കിച്ചു ഡ്രസ്സ് മാറി അതേ ഡ്രസ്സ് തന്നെ അല്ലേ നേരത്തെ ഇട്ടിരുന്ന ജാക്കറ്റ് അശൂട്ടിക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശരി ഓക്കെ പോലോ അപ്പോൾ സതീഷിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഫോണിൽ സതീഷ് പോരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് പറഞ്ഞു കാർ വരും വിളിക്കാൻ കാർ വരുന്നു കൊള്ളാം സൂപ്പർ അപ്പോൾ ഏത് കാർ ബെൻസാണോ BMW ആണോ ഓൾട്ടോ കാറാണ് എന്നെ സതീഷ് നീ ഒന്ന് റെയിൽവേ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആക്കുക നീ എല്ലാം வந்து ஒரு பென்ஸ் கார் BMW அந்த மாதிரி காரில் அனுப்ப சரி பரவாயில்ல அட்ஜஸ்ட் பண்ணுறோம் ചുമ്മാ കണ്ടു അപ്പോൾ കാർ ഇതാ വരുന്നുണ്ട് ആ കാറാണെന്ന് തോന്നട്ടാ മാരുതി ആൾട്ടോ അത് തന്നെ EN49 ആ മാവനെ ആ லாக் போட்டிருக்கா ഞാൻ ഫ്രണ്ട് കേട്ടോ അപ്പോൾ പോവേ ഞാൻ ഫ്രണ്ടിൽ പോയപ്പോഴും പോലെ ഇത് പവിനാ ഓക്കെ അപ്പോൾ ഫ്രണ്ടിലാ അപ്പോൾ ബസ് ഫ്രണ്ട് വാ വാ ആപ്പാ ஓட்ட கஷ்டம் தாத்தாக்கு ஓட்ட கஷ்டமா இருக்குல்ல சரி நம்ம ஏதாச்சும் பேசி போமா இது யார் வண்டி இது அப்படியா சூப்பர் வண்டி செம்மையா இருக்க வண்டி எனக்கு குடிப்பி அந்த வண்டி எனக்கு வீட்டில் காரே இல்லை இது கேமரா இதில் நம்ம வீடியோ பண்ணுறோம் இதில் பேசுனா இல்லை யூடியூப்ல வரும் சூப்பரா ஓகே அப்போ போகல சூப்பர் வீடு அடுத்து இവിടുന്ന് 1 കിലോമീറ്റർ ദൂരം കാണുള്ളൂ മാക്സിമം மழை வர முன்னாடி நம்ம போட்டிங் போகலாம் பெரிய போட்டில் போவோம் இல்லை சூப்பராக பெரிய போட்டில் ஜாலியாக போகலாம் ஜம்முன்னு போகலாம் ஓகே ஹாய் பரா ஹாய் இப்போ ஹாய் சொல்லுங்க ஹாய் சொல்லுங்க ഇത് வந்து സതീഷോட മാമനാർ അതായത് സതീഷിൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് അമ്മാവനാണ് അപ്പോൾ ലൊക്കേഷൻ എത്താൻ ഏകദേശം ഇവിടെ നിന്ന് അടുത്താണ് ഈ മുടുക്കിൻ്റെ അകത്ത് പോയിട്ട് എവിടെയാണ് വീട് വരുന്നത് ഇങ്ങനെ തന്നെ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വീട് വന്നിട്ട് ഏത് വീട് നടന്നുകൂടാ നോക്കട്ടെ നീ പാട്ടേ പാടല്ലേ കടയ്ക്ക് വരയ്ക്കും പോ ആ കിച്ചുവിൻ്റെ കൂട്ടുകാരൻ അതെ സതീഷ് എങ്ക அந்த நாள் ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே ഇവിടെയാണല്ലേ അങ്ങോട്ട് പോകണം അങ്ങോട്ട് കാറ് പോകില്ല ഇവിടെ കാറ് പാർക്ക് ചെയ്ത് നടന്നാണ് പോകേണ്ടത് വീട് എവിടെയാണ് വരുന്നത് ആ ഗുണാക്കേവ് മഞ്ഞുമൽ ബോയ്സ് ഈ കുഴിക്കകത്ത് വിടാൻ വലിയ പാടൊന്നും ചോദിച്ചു തരാം അല്ലേ യാതൊരു കുഴിയായാലും നോക്കി നടന്നാൽ കൊള്ളാം അല്ലേ ഗുണാക്കേവായാലും ഓടൊരു കുഴിയായാലും ആ ദീശ വിളിച്ചിരിക്കാണ് அந்த நாள் ஞாபகம் நெஞ்சிலே ஆளு மாறிட்டா அன்னைக்கு பார்த்து சரி ஹாய் சொல்லு லைஃப் அடிச்சு பிடிக்கணும் गाइस கம் ஆன் சரி வாங்க நல்லா இருக்கீங்களாமா நீங்க நல்லா இருக்கீங்களா விஸ்வா பாய் சம எப்படி இருக்க வைஷ்ணவி நல்லா இருக்கியா வாங்க உள்ள வாங்க எல்லாரும் வாங்க அந்த பாட்டு பாடுவா அந்த நாள் ஞாபகம் நெஞ்சிலே நல்லா இருக்கு நல்லா இருக்கீங்களா நல்லா இருக்கு மாப்ள ட்ரெயின்ல நல்ல சௌரியானா ட்ரெயின்ல எலியெல்லாம் வந்தோம்ல கண்டிப்பா எலியா டிக்கெட் காமல வருது வீட்ல எல்லாம் இப்போ இது வந்து சதீஷோட வைஃப் பேர் கவிதா சதீஷோட அத்தை இது சதீஷோட மாமனார் இப்போ இதான் வீடு போமா உள்ள போவோம் எல்லாரும்
സതീഷോட പയ്യൻ പവിൻ കുമാർ അല്ലേ பவின் கிருஷ்ணா சரியான பையன். நல்லா நல்லா பேசுனியாப்பா இந்த மாதிரி ஒண்ணு வாங்கிருமாப்பா மாமா தான் மாமா தான் ஏமாத்திட்டு வாங்கி தராம ആദ്യം നമ്മൾ കാപ്പി കുടിക്കാൻ പോയാണ് കാപ്പി കുടിച്ച ശേഷം നമ്മൾ നേരെ കന്യാകുമാരി പോവുകയാണ് ബോട്ടിംഗ്. അപ്പം ബോട്ടിംഗ് വിഷയമുണ്ട്, നല്ല മഴയാണെങ്കിൽ ബോട്ടിംഗ് കൊണ്ടു അനുഭവം പോകണം അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത സെക്കൻഡ് പാർട്ട് വന്നിട്ട് നമ്മൾ കന്യാകുമാരി പോകുന്ന വീഡിയോ അടുത്ത വീഡിയോ വരും. ഓക്കെ மொத்தம் ரெண்டு பார்ட் അപ്പോൾ എൻഡ് ചെയ്യാം ഈ വീഡിയോ ഇവിടെ വെച്ച്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ തമിഴ് ചൊല്ലുമാ தமிழ்ல சரி. இப்போ வாழ்க்கையில் என்னதான் கஷ்டம் வந்தாலும் நஷ்டம் வந்தாலும் ஒவ்வொரு நிமிஷம் லைஃப் அடிச்சு பொழைக்கணும். காரணம் இருக்கிறது ஒரு லைஃப் தான். ஒரு லைஃப் இருக்கு, ஒரு லைஃப் தான் இருக்கு. அப்போ லைஃப் அடிச்சு பொழைக்கணும். गाइस கம் ஆன் गाइस கஷ்டಕ್ಕೆ நிக்கணும். பவின் கிருஷ்ணா லைஃப் அடிச்சு பொழைக்கணும். அடிச்சு பொழைக்கணும். அത്രണ്ട എല്ലാരും കോമായി. ശരി, ഓക്കെ, അടുത്ത വിളിക്കണം.